മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇനി കേരളത്തിൽ ആര് എന്ന് ഏവരും ഉറ്റുനോക്കുമ്പോഴാണ് ഇതാ വീണ്ടും ED തോമസ് ഐസക്കിന് നേരെ ചൂണ്ടുവിരലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ തോമസ് ഐസക്കിൽ നിന്നും കാര്യങ്ങൾ ആരിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ED കളത്തിലുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും CPMന് നേരെ വലിയ ചോദ്യമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്വപ്ന സുരേഷും ഒരിടവേളയ്ക്ക് ശേഷം ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഒരു വശത്ത് മസാല ബോണ്ട് സംബന്ധിച്ച പ്രധാന തീരുമാനമെടുത്തത് തോമസ് ഐസക്കെന്നും മൊഴിയെടുക്കേണ്ടത് അനിവാര്യമെന്നും വ്യക്തമാക്കി ED രംഗത്ത് വന്നിരിക്കുന്നു. ഇത് ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് MV ഗോവിന്ദനെതിരായ അപകീർത്തി കേസ് സ്വപ്ന സുരേഷ് ഇന്നും കോടതിയിൽ ഹാജരായില്ല. രണ്ട് വാർത്തകളും കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷ് ഇന്നും ഹാജരായില്ല. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വപ്ന അവധി അപേക്ഷ നൽകി. രണ്ടാം പ്രതിയായ വിജേഷ് പിള്ളയും അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കേസ് ഏപ്രിൽ 16 മാറ്റി. കഴിഞ്ഞ തവണകളിൽ കേസ് പരിഗണിച്ചപ്പോൾ സ്വപ്നയ്ക്ക് കോടതിയിൽ നിന്നും അയച്ച സമൻസ് കൈപ്പറ്റാതെ തിരിച്ചു വന്നിരുന്നു. പ്രസ്തുത വിലാസത്തിൽ ആളെ കണ്ടെത്തിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയാണ് സമൻസ് തിരിച്ചു വന്നത്. ഇതേ തുടർന്ന് വീണ്ടും സമൻസ് നൽകാൻ കോടതി പോലീസിന് ചുമതല നൽകിയിരുന്നു. പോലീസ് സമൻസ് നൽകിയതനുസരിച്ചാണ് സ്വപ്ന അഭിഭാഷകൻ മുഖേന അവധി അപേക്ഷ നൽകിയത്. രണ്ടാം പ്രതിയായ വിജേഷ് പിള്ളയ്ക്ക് കഴിഞ്ഞ തവണ വാറന്റ് പുറപ്പെടുവിച്ചുവെങ്കിലും ഇത്തവണ അവധി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ വിജേഷ് പിള്ള മുഖേന MV ഗോവിന്ദൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഗോവിന്ദൻ അപകീർത്തി കേസ് നൽകിയിരുന്നത്. ഇതിനിടെ മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനത്തിൽ തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിയമലംഘനത്തെ സംബന്ധിച്ച് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായാണ് ED കോടതിയെ അറിയിച്ചത്. കിഫ്ബിയുടെ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബോണ്ട് സംബന്ധിച്ച് പ്രധാന തീരുമാനമെടുത്ത വ്യക്തി ഐസക്കാണ്. ഇടപാടിലെ നിയമസാധുത പരിശോധിക്കാൻ ഐസക്കിന്റെ മൊഴിയെടുത്തേ മതിയാകൂവെന്ന് ED കോടതിയിൽ പറഞ്ഞു. തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ എന്തിനാണ് അദ്ദേഹത്തിന് സമൻസ് അയക്കുന്നതെന്ന് കോടതി EDയോട് നേരത്തെ ചോദിച്ചിരുന്നു. കേസ് വേനലവധിക്ക് ശേഷം മെയ് 22 പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. അതിനിടയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഏത് കാരണത്താലാണ് തനിക്ക് സമൻസ് തരുന്നതെന്ന കാര്യം ED വ്യക്തമാക്കിയിട്ടില്ലെന്നായിരുന്നു ഐസക്കിന്റെ വാദം. 2021 മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. അതിനുശേഷം കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയാൻ കഴിയില്ല. അതുവരെയുള്ള കാര്യങ്ങൾ EDക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഐസക് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മസാല ബോണ്ട് ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐസക്കിന് കൂടുതൽ അറിയാമെന്നായിരുന്നു EDയുടെ വാദം. ഐസക്കിനെ അറസ്റ്റ് ചെയ്യില്ലെന്നും ചോദ്യം ചെയ്യുക മാത്രമേ ഉള്ളൂവെന്നുമാണ് ED കോടതി അറിയിച്ചത്. വേനൽ അവധിക്ക് ശേഷം കേസ് പരിഗണിക്കുന്നത് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ആശ്വാസമാണ്.